ചേർത്തലയിൽ റേഡിയോ ആദ്യം എത്തിച്ചത് NR കൃഷ്ണൻ വക്കീലാണ്. 1943 ചേർത്തലയിൽ അത്ഭുതപ്പെട്ടി എത്തിയത്. റേഡിയോ എന്ന അത്ഭുത യന്ത്രത്തെ കാണാനും കേൾക്കാനും അറിയാനും വൻ ജനത്തിരക്കാണ് അന്ന് അനുഭവപ്പെട്ടതെന്ന് പലരും ഓർക്കും. 1943 മാർച്ച് 12 കേരളത്തിൽ റേഡിയോ എത്തിയത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ രാജ്യത്തിന്റെ ഔദ്യോഗിക നിലയത്തിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ മലയാളികൾക്കത് പുത്തൻ അനുഭവമായി. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന ചേർത്തലയിലും വൈകാതെ റേഡിയോ എന്ന അത്ഭുതപ്പെട്ടിയെത്തി. സാമൂഹ്യ പരിഷ്കർത്താവും വക്കീലുമായിരുന്ന NR കൃഷ്ണനാണ് ചേർത്തലയ്ക്ക് റേഡിയോയെ പരിചയപ്പെടുത്തിയത്. മർഫി റേഡിയോ ആയിരുന്നു അദ്ദേഹം വാങ്ങിയത്. അദ്ദേഹത്തിന്റെ പുത്രി ശോഭയായിരുന്നു റേഡിയോ ഓപ്പറേറ്റർ. 24 മണിക്കൂർ നീളുന്ന പ്രക്ഷേപണം ഉണ്ടായിരുന്നില്ല. 5-6 മണിക്കൂർ മാത്രം. വൈദ്യുതി വിതരണം ഇന്നത്തെ പോലെ വ്യാപകമായിരുന്നില്ല. അതുകൊണ്ട് ബാറ്ററിയിലായിരുന്നു പ്രവർത്തിച്ചതെന്ന് ഇന്ന് ആ വീട്ടിൽ താമസിക്കുന്ന മടത്തിൽപ്പറമ്പിൽ പ്രേംകുമാർ ഓർക്കുന്നു. ചേർത്തല താലൂക്കിൽ ആദ്യമായിട്ട് റേഡിയോ കൊണ്ടുവന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറായ NR കൃഷ്ണൻ വക്കീലാണ്. കൃഷ്ണൻ വക്കീലിൻ്റെ കെയർ ഓഫിലാണ് ആദ്യമായിട്ട് ഒരു റേഡിയോ ചേർത്തല താലൂക്കിൽ വരുന്നത്. മർഫി ആകാനാണ് സാധ്യത. എന്ന് വെച്ചാൽ അന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ബ്രാൻഡ് മർഫിയാണ്. അതിനുശേഷം ഫിലിപ്സ് പോപ്പുലറാകുന്നു. ആദ്യം ബാറ്ററി ആയിരുന്നു, പിന്നെയാണ് ഇലക്ട്രിസിറ്റിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ആദ്യം ബാറ്ററിയിലുള്ള ഓടുന്ന ഇതായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടൊക്കെ ഇവിടുന്ന് അടുത്തുള്ളവരുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമായിരുന്നു. പിന്നെ ചിലപ്പോഴൊക്കെ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ കുട്ടികളെ കൊണ്ടുവന്ന് റേഡിയോ കാണിക്കുമായിരുന്നു. അത് പ്രവർത്തിക്കുന്നത് കാണിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞമ്മയായിരുന്നു തോന്നുന്നു അന്ന് പിള്ളേർക്ക് ഇതൊക്കെ. ശോഭ എന്ന് പറയുന്നത് സ്വാമിനാഥൻ വക്കീലിൻ്റെ ഭാര്യയാണ്. ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് മുൻപിൽ നിന്നിരുന്നത്. റേഡിയോയെക്കുറിച്ച് കേട്ടറിഞ്ഞവർ അത് കാണാൻ എത്തി. സ്കൂൾ വിദ്യാർത്ഥികളെ റേഡിയോ കാണിക്കാൻ വരിവരിയായി കൊണ്ടുപോകുന്നത് അക്കാലത്തെ കാഴ്ചയായിരുന്നുവെന്ന് ബന്ധുവും പ്രമുഖ അഭിഭാഷകനുമായ K. രാധാകൃഷ്ണന് ഓർമ്മയുണ്ട്. എന്നാൽ ആ റേഡിയോ ഇന്നെവിടെ ഉണ്ടെന്ന കാര്യത്തിൽ ആർക്കും ഓർമ്മയില്ല.